നമസ്കാരം. മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിൽ വെച്ച് സർവ്വരോഗ സംഹാരി വിൽക്കുന്നവരെ കടത്തിവെട്ടി വൈറൽ രോഗമായ കൊറോണയ്ക്ക് പോലും ഫലപ്രദമായ ഔഷധമുണ്ടെന്ന് പ്രചരിപ്പിച്ച പതഞ്ജലി ഒടുവിൽ കോടതിയോട് മാപ്പിരന്ന് തടിയൂരി. ആധുനിക വൈദ്യശാസ്ത്രത്തെ വിമർശിക്കുന്ന പ്രസ്താവനകൾ നടത്തിയെന്നാരോപിച്ച് മെഡിക്കൽ അസോസിയേഷൻ സമർപ്പിച്ച ഹർജിയിൽ കാലിൽ വീണ് മാപ്പ് പറഞ്ഞതിനെ തുടർന്ന് യോഗ ഗുരു രാംദേവിനും പതഞ്ജലി MD ആചാര്യ ബാലകൃഷ്ണയ്ക്കുമെതിരെയുള്ള കോടതിയലക്ഷ്യ നടപടികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച അവസാനിപ്പിച്ചു. അവർ നൽകിയ നിരുപാധിക മാപ്പപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ജസ്റ്റിസ് ഹിമ കോഹ്ലി അധ്യക്ഷയായ രണ്ടംഗ ബെഞ്ച് ഉത്തരവിട്ടു. സത്യവാങ്മൂലത്തിലും നേരിട്ടും അവരുടെ പെരുമാറ്റത്തിൽ ഖേദം പ്രകടിപ്പിക്കുക മാത്രമല്ല, പ്രമുഖ ദേശീയ പ്രാദേശിക പത്രങ്ങളിൽ നൽകിയ പരസ്യങ്ങളിലൂടെ അവർ ക്ഷമാപണം നടത്താനുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തുവെന്നും ജസ്റ്റിസ് കോഹ്ലി പറഞ്ഞു. നിരുപാധികം മാപ്പ് പറയുന്നതിന്റെ വിവേകവും അവരുടെ തുടർന്നുള്ള പെരുമാറ്റവും തെളിയിക്കുന്നത് തെറ്റു തിരുത്താൻ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. കേസിന്റെ നാൾവഴികളും സാഹചര്യങ്ങളും പരിശോധിച്ച കോടതി അവർ നൽകിയ ക്ഷമാപണം സ്വീകരിച്ച് വിഷയം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം അവരുടെ സംരംഭങ്ങളുടെ നിബന്ധനകൾ കർശനമായി പാലിക്കാൻ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്നും കോടതി പറഞ്ഞു. കോടതിയുടെ ഉത്തരവ് ലംഘിക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയിലൂടെയോ പ്രസംഗത്തിലൂടെയോ അല്ലെങ്കിൽ ഉത്തരവിലെ നിബന്ധനകളെ മാനിക്കാതെയോ അവരുടെ ഭാഗത്തു നിന്ന് ഭാവിയിൽ ഉണ്ടാകുന്ന ഏതൊരു പ്രവൃത്തിയും കർശനമായി കൈകാര്യം ചെയ്യും എന്ന മുന്നറിയിപ്പും കോടതി നൽകി. അപ്രകാരം വരുത്തുന്ന തെറ്റുകൾക്ക് അനന്തര ഫലങ്ങൾ തീർച്ചയായും ഗുരുതരമായിരിക്കും എന്ന താക്കീതും കോടതി നൽകി. നേരത്തെ കോടതിക്ക് നൽകിയ ഉറപ്പ് ലംഘിച്ചുവെന്നാരോപിച്ച് പതഞ്ജലി MD ആചാര്യ ബാലകൃഷ്ണയ്ക്ക് കോടതി സമൻസ് അയച്ചിരുന്നു. 2023 നവംബർ 22 ഹരിദ്വാറിൽ രാംദേവ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും 2023 നവംബർ 21 കോടതിക്ക് ഉറപ്പ് നൽകിയതിനു ശേഷം 2023 ഡിസംബർ 4 കമ്പനി നൽകിയ പരസ്യത്തിലും കോടതി അസ്വസ്ഥമായിരുന്നു. ഔഷധ ഫലപ്രാപ്തി അവകാശപ്പെടുന്ന തരത്തിലോ ഏതെങ്കിലും വൈദ്യശാസ്ത്ര സമ്പ്രദായത്തിന് എതിരായോ വാവിട്ട പ്രസ്താവനകൾ ഇനി ഉണ്ടാകരുതെന്നും കോടതി കർശനമായ താക്കീതു നൽകി. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വേലിയേറ്റത്തിന്റെ ചുവട് പിടിച്ച് കേന്ദ്ര ഭരണകൂടത്തിന്റെ മൗനാനുവാദത്തോടെ കുറഞ്ഞ കാലം കൊണ്ട് തഴച്ചു വളർന്ന പതഞ്ജലി ഫാർമസ്യൂട്ടിക്കൽസ് എന്ന ആയുർവേദ പ്രസ്ഥാനം കോടിക്കണക്കിന് രൂപ വിറ്റുവരവുള്ള സ്ഥാപനമായി വളരെ വേഗം മാറിയിരുന്നു. ഭരണകൂടം തങ്ങളുടെ പോക്കറ്റിലാണെന്ന ബലത്തിൽ നടത്തിയ അഹങ്കാര പ്രകടനത്തിനും ജനങ്ങളെ കബളിപ്പിച്ച് പണമുണ്ടാക്കുന്നതിനും എതിരെയാണ് കോടതി ഇപ്പോൾ തടയിട്ടിരിക്കുന്നത്. ഇനിയും അത് തുടർന്നാൽ കോടതി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന മുന്നറിയിപ്പോടെയാണ് പതഞ്ജലി ഗ്രൂപ്പ് മുതലാളിമാർക്ക് കോടതി നടപടി ഒഴിവാക്കി കൊടുത്തത്. കോടതി കണ്ണുരുട്ടിയെങ്കിലും പതഞ്ജലിക്കെതിരെ നടപടി അവസാനിപ്പിച്ചത് തീരെ ശരിയായില്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. താക്കീത് നൽകി അവസാനിപ്പിക്കേണ്ട കുറ്റമല്ല അവർ ചെയ്തതെന്നാണ് ഇക്കൂട്ടരുടെ വാദം. മനുഷ്യരുടെ ആരോഗ്യം വെച്ച് കബളിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയാണ് വേണ്ടത് എന്നാണ് അവരുടെ പക്ഷം. ജനങ്ങളെ കബളിപ്പിച്ച് കോടികൾ നേടിയ കമ്പനിക്ക് കേവലം ഒരു താക്കീത് മാത്രം മതിയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം.